മിശിഹായിൽ പ്രിയ വൈദികരെ, സമർപ്പിതരെ, അതിരൂപത പ്രതിനിധികളെ, പാവർട്ടി ഇടവകക്കാരെ, പ്രിയപ്പെട്ട ദൈവജനമേ, പ്രത്യേകിച്ച് അതിരൂപത തലത്തിലുള്ള വിശുദ്ധ യൗസേപ്പിൻ്റെ വർഷം ആരംഭം കുറിക്കുന്ന ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ നിമിഷത്തിൽ പങ്കെടുക്കാൻ വളരെയേറെ ആഗ്രഹിച്ച ആയിരക്കണക്കിന് പേരുണ്ട്. അവർക്ക് ഇന്ന് ഇവിടെ വരാൻ സാധിച്ചിട്ടില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ കാരണം മാധ്യമങ്ങളിലൂടെ ഈ തിരുക്കർമ്മത്തിൽ യൗസേപ്പ് വർഷം ഔപചാരിക ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഈ പുണ്യവേളയിൽ മാധ്യമങ്ങളിലൂടെ പങ്കെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഫ്രാൻസിസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാൾ ദിവസം 2020 ഡിസംബർ മാസം 8-ാം തീയതി അതിനേതാനും ദിവസം മുമ്പ് അറിയിച്ചതനുസരിച്ച് അതിമനോഹരമായ ഒരു അപ്പസ്തോലിക പ്രബോധനത്തിലൂടെ പ്രഖ്യാപിച്ചു. 2020 ഡിസംബർ 8 മുതൽ 2021 ഡിസംബർ 8 വരെ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷമായിരിക്കും. മാർപ്പാപ്പ മനോഹരമായൊരു പ്രബോധനം പാത്രിസ് കോർദെ പിതൃഹൃദയത്തോടെ എന്ന രേഖ ഔപചാരികമായി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇതിൻ്റെ പശ്ചാത്തലമായി മാർപ്പാപ്പ തന്നെ പറഞ്ഞത് 1870 9-ാം പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ പേട്രൺ ഓഫ് ദി കാത്തലിക് ചർച്ച്, കത്തോലിക്കാ സഭയുടെ രക്ഷാധികാരി, പേട്രൺ, മധ്യസ്ഥനായി പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം വാർഷികമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇങ്ങനൊരു യൗസേപ്പ് പിതാവിൻ്റെ വർഷം, വാസ്തവത്തിൽ KCBC മരിയൻ വർഷം പ്രഖ്യാപിച്ചതാണെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ പെട്ടെന്ന് ഇങ്ങനെ പ്രഖ്യാപിച്ചപ്പോൾ മരിയൻ വർഷം മാറ്റി വീണ്ടും യൗസേപ്പ് പിതാവിൻ്റെ വർഷമാക്കി കേരള സഭ മാറ്റി. ഈ അവസരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഈ പ്രബോധനം 3 പ്രബോധനങ്ങൾ, സർക്കുലറുകൾ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. 1 മാർപ്പാപ്പയുടേത്, 2 ഈ മാർപ്പാപ്പയുടെ പ്രബോധനത്തിൻ്റെ വെളിച്ചത്തിൽ കേരള സഭ എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇന്ന് സന്ദേശമായി തന്നെ, ഇന്ന് വായിക്കാൻ തന്നെയായി KCBC ഒരു സർക്കുലർ അയച്ചു. അത് മാർപ്പാപ്പയുടെ സന്ദേശത്തിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. KCBC ആഹ്വാനം ചെയ്തതനുസരിച്ച് ഓരോ രൂപതയും ഈ വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെ വർഷം എങ്ങനെ ആചരിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിച്ച് പദ്ധതികളുണ്ടാക്കി ജനത്തെ അറിയിക്കുകയും ആചരിക്കുകയും വേണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ആഹ്വാനം ചെയ്തു. അതിൻ്റെ വെളിച്ചത്തിൽ അതിരൂപതയുടെ വിവിധ സമിതികൾ കൂടി ആലോചിച്ചപ്പോൾ ഈ ഔപചാരികമായ ഉദ്ഘാടനം 2021 ആദ്യത്തെ ഞായറാഴ്ച ഇന്ന് അതിരൂപത തലത്തിലുള്ള ഉദ്ഘാടനത്തോടെ നടത്താനായി തീരുമാനിച്ചു. അതിനുവേണ്ടി ഈ 3ാമത്തെ പ്രബോധനം, സർക്കുലർ, ഇന്ന് പുറപ്പെടുവിക്കുകയുണ്ടായി. അതിരൂപതയിൽ നിന്നുള്ള ആ സർക്കുലർ മാർപ്പാപ്പയുടെ പ്രബോധനവും KCBC പ്രബോധനവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ, അതിൻ്റെ സന്ദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയുള്ള സർക്കുലർ ഇന്ന് അതിരൂപതയിൽ എല്ലാ ദേവാലയങ്ങളിലും സ്ഥാപനങ്ങളിലും സന്യാസ ഭവനങ്ങളിലും വായിക്കുകയുണ്ടായി. ഇന്ന് രാവിലത്തെ മീഡിയ കത്തോലിക്കയിലും ഷെക്കൈന TVയിലുമുള്ള ആ കുർബാനയിൽ ഈ സർക്കുലർ പൂർണ്ണമായി വായിക്കുകയും കേരളത്തിൽ തന്നെ അതിരൂപതയിൽ തന്നെ എല്ലാവർക്കും അതിൻ്റെ അറിയിപ്പ് നൽകുകയും ചെയ്തു. നിങ്ങൾക്ക് ആ സർക്കുലർ മുഴുവൻ വേണമെങ്കിൽ ഇന്ന് രാവിലത്തെ മീഡിയ കത്തോലിക്കയിലെ ആ കുർബാനയിൽ യൂട്യൂബ് നോക്കിയാൽ മതി. ഇങ്ങനെ അതിരൂപത തലത്തിൽ ഉദ്ഘാടനം വേണമെന്ന് പറഞ്ഞപ്പോൾ എവിടെ വെച്ചാണ് ഈ ഉദ്ഘാടനം നടത്തേണ്ടത് എന്ന് ചിന്തിച്ചു. പാവർട്ടി തീർത്ഥകേന്ദ്രത്തിൻ്റെ ഇപ്പോഴത്തെ റെക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോൺസൺ ഐരിക്കലച്ചൻ ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അതിരൂപത അധികാരികളെ എന്നെ അടക്കം പറഞ്ഞു, അതിരൂപതയിലെ
ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം പാവർട്ടിയാണ്. അതുകൊണ്ട് തന്നെ പാവർട്ടിയിൽ വെച്ച് തന്നെ നടത്തണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ അതിരൂപത അധികൃതർ ഞാനടക്കം ആഗ്രഹിച്ചതും ഇത് നടത്തുന്നത് പാവർട്ടി തന്നെയാണ് നല്ലതെന്ന്. രണ്ടു കൂട്ടരുടെയും ആഗ്രഹം പോലെ എൻ്റെയും വികാരിയച്ഛൻ നിങ്ങൾക്ക് വേണ്ടിയും ആഗ്രഹിച്ചതുപോലെ ഇന്ന് അതിരൂപത തലത്തിലുള്ള ഔപചാരികമായി ഉദ്ഘാടനം ഇവിടെ നടക്കുകയാണ്. പിന്നെ നമുക്ക് പ്രധാന തീർത്ഥകേന്ദ്രം വേലുപ്പാടത്താണ്. അവിടെയും എല്ലാ പള്ളികളിലും ഇന്ന് ആരംഭം കുറിച്ചിട്ടുണ്ട്. വികാരിയച്ഛൻ്റെ നേതൃത്വത്തിലെ പാവർട്ടിക്കാർ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ച് അതിനെ അതിജീവിച്ച് തന്നെ ഇന്ന് ഈ ഉദ്ഘാടനം വളരെ മനോഹരമായി വികാരിയച്ഛൻ പറയുന്നത് പോലെ വളരെ സിസ്റ്റമാറ്റിക്കായി തന്നെ ഇത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വികാരിയച്ഛനും കൊച്ചച്ചന്മാർക്കും കൈക്കാരന്മാർക്കും ഇവിടുത്തെ CMI CMC സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് പാവർട്ടി ഇടവക്കാർക്ക് എല്ലാവർക്കും ഒപ്പം ഇവിടെ ഇതിനായി വന്ന അതിരൂപത വിവിധ പ്രസ്ഥാനങ്ങളുടെ സംഘടനകളുടെ എല്ലാം പ്രതിനിധികൾക്കൊക്കെ പ്രത്യേകമായ വിധത്തിൽ ഞാൻ അനുമോദനങ്ങൾ അർപ്പിക്കുകയാണ്. നിങ്ങൾ വളരെ ഭംഗിയായി തന്നെ ഇത് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് പോലെ അതിൽ പ്രധാനമായിട്ടും 6 കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതൊന്നും വീണ്ടും ആവർത്തിക്കുന്നില്ല. ഒന്നാമത്തേത് അതിരൂപത തലത്തിലുള്ള ആഘോഷവും അതിൻ്റെ പശ്ചാത്തലവും ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ആ പ്രബോധനത്തെക്കുറിച്ചുമുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഈ സർക്കുലറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ വീണ്ടും ഒരു ആചരണം നടത്താൻ ആഹ്വാനം ചെയ്തതിനെക്കുറിച്ചുള്ള സൂചനയാണ്. അത് ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിവസമായ മാർച്ച് 19 മുതൽ ആഗോള കുടുംബ സംഗമം നടത്തുന്ന 2022 ജൂൺ മാസം 26-ാം തീയതി വരെ 2015 റോമിൽ നടന്ന മെത്രാന്മാരുടെ സിനഡ് കുടുംബത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കാൻ പ്രത്യേകിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പുറത്തിറക്കിയ കുടുംബത്തെക്കുറിച്ചുള്ള അതിമനോഹരമായ പ്രബോധനം, മെത്രാന്മാരുടെ സിനഡിൻ്റെ വെളിച്ചത്തിൽ പങ്കെടുത്ത പ്രബോധനം, ആ സിനഡിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യമുണ്ടായി. സ്നേഹത്തിൻ്റെ ആനന്ദം, അമോരിസ് ലെത്തീസിയ എന്ന പ്രബോധനത്തെക്കുറിച്ച് പഠിക്കാനായിട്ട് ഒരു വർഷം തന്നിരിക്കുകയാണ്. അത് കുടുംബ പ്രേഷിതത്വ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ ഈ അമോരിസ് ലെത്തീസിയ സ്നേഹത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ച് നമ്മൾ ഒരു വർഷം, ഔസേപ്പിതാവിൻ്റെ വർഷം തന്നെ കുടുംബത്തെക്കുറിച്ചും കൂടി പഠിക്കാനായിട്ട് പദ്ധതികളുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് നിങ്ങളെ അറിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തേത്, അതിരൂപത തലത്തിൽ ഔസേപ്പിതാവിൻ്റെ വർഷം ഓരോ മാസവും എങ്ങനെയാണ് ആചരിക്കേണ്ടത് എന്നതിൻ്റെ വിശദാംശങ്ങളാണ്. അത് വികാരിച്ചും പിന്നീട് നിങ്ങൾ ഓരോ മാസവും അറിയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ സ്വന്തമാക്കേണ്ട പ്രത്യേകമായിട്ടുള്ള ഗുണഗണങ്ങൾ, വിശേഷണങ്ങളും അതും അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. നാലാമതായിട്ട് ഈ വർഷത്തെ കുർബാനയിൽ നടത്തേണ്ട കാറോസൂസ പ്രാർത്ഥനയിലെ പ്രാർത്ഥനയാണ് നൽകിയിരിക്കുന്നത്. അഞ്ചാമതായിട്ട് ഓരോ കുടുംബങ്ങളിലും ഈ വർഷം ഇന്നു മുതൽ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ആറാമതായിട്ട് ഈ വർഷം ഔസേപ്പിതാവിൻ്റെ വർഷം പരിശുദ്ധ പിതാവ് പ്രത്യേകിച്ച് റോമിലെ ഇതിനു വേണ്ടിയുള്ള സീക്രട്ട് പെനിറ്റൻഷ്യറി എന്ന് പറയുന്ന തിരുസംഘം നൽകിയിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ അത് ഈ പാവർട്ടി പള്ളി വരുന്നവർക്ക് ലഭിക്കുന്നതാണ്. അതെങ്ങനെയാണ് ആ ദണ്ഡവിമോചനം സ്വീകരിക്കുന്നതും സ്വീകരിക്കേണ്ട സാഹചര്യങ്ങൾ എന്നതിനെക്കുറിച്ചുമാണ് വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സർക്കുലറിലത്തെ ആശയങ്ങൾ നിങ്ങൾ സൗകര്യം പോലെ വായിച്ച് മനസ്സിലാക്കി ഔസേപ്പിതാവിൻ്റെ മധ്യസ്ഥത തേടി പ്രാർത്ഥിക്കാനായി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ പിതൃഹൃദയത്തോടെ എന്ന മനോഹരമായ ആ പ്രബോധനത്തിൻ്റെ സംക്ഷിപ്ത രൂപം നിങ്ങളുടെ മുമ്പിൽ സന്ദേശമായി ഇപ്പോൾ നൽകാനായി ഞാൻ ആഗ്രഹിക്കുകയാണ്. പശ്ചാത്തലം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ചിൻ്റെ വിശേഷണങ്ങൾ ഈ പ്രബോധനത്തിൻ്റെ ആദ്യത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. മത്തായി 13:50 പറഞ്ഞതുപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ആശാരിയാണ്.
ഇന്ന് സുവിശേഷത്തിൽ കേട്ടതുപോലെ മത്തായി 1:18, ലൂക്ക 1:27 വായിക്കുന്ന പോലെ മറിയവുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന വ്യക്തിയാണ്. യൗസേ പിതാവ് എപ്പോഴും ഫിയാത്ത്, ദൈവഹിതം നിറവേറ്റുന്നവനാണ്. ലൂക്ക 2:22, 27, 39 പറയുന്ന പോലെ യൗസേ പിതാവിൻ്റെ ഒരു ഫിയാത്ത്, ദൈവഹിതം നിറവേറ്റു എന്ന് പറയുന്നവനാണ്. യൗസേ പിതാവിൻ്റെ 4 സ്വപ്നങ്ങൾക്കനുസരിച്ച് ദൈവഹിതത്തിന്, ഇന്ന് നമ്മൾ ആ 4 സ്വപ്നവും സുവിശേഷത്തിൽ കേട്ടു. ദൈവഹിതത്തിനനുസരിച്ച് അനുസരണത്തോടെ പ്രവർത്തിക്കുന്നവനാണ്. യൗസേ പിതാവ് അഗസ്റ്റസ് സീസറിൻ്റെ രാഷ്ട്രത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് പ്രവർത്തിക്കുകയും പേരെഴുതിക്കാൻ ബത്ലഹേമിലേക്ക് പോയിട്ടുള്ള രാഷ്ട്ര നിയമം കൃത്യമായി പാലിക്കുന്നവനാണ്. സത്രത്തിൽ സ്ഥലം കിട്ടാതായപ്പോൾ യേശുവിന് ജനിക്കാൻ പുൽക്കൂട്, ഒരു കാലിത്തൊഴുത്തിലെ പുൽക്കൂട്ട് ഒരുക്കിയവനാണ്. യൗസേ പിതാവ് ഇടയന്മാരുടെ ആരാധനയും ലൂക്ക 2:8 മുതൽ പൂജരാജാക്കന്മാരുടെ ആരാധനയിലും പങ്കെടുത്തവനാണ്. യൗസേ പിതാവ് പ്രത്യേകിച്ചും മത്തായി 1:21 വായിക്കുന്ന പോലെ ഈശോയുടെ നൈയാമിക പിതാവാണ്. ലീഗൽ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിക്കുന്ന വാക്ക് ലീഗൽ ഫാദർ, അതിന് വിശേഷിപ്പിക്കുന്നുണ്ട് യൗസേ പിതാവ്. അങ്ങനെ പ്രത്യേകിച്ച് മത്തായിയുടെ സുവിശേഷത്തിലെ 1-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന പോലെ മുൻകൂട്ടി പ്രവചിച്ചനുസരിച്ച് അവന് യേശു എന്ന് പേരിടണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇസ്രായേൽക്കാരുടെ പാരമ്പര്യം അനുസരിച്ച് പേരിടുന്നത് പിതാവാണ്. അങ്ങനെ പേരിട്ട വ്യക്തിയൊക്കെ പിതാവായി മാറുകയാണ്. അങ്ങനെ യൗസേ പിതാവ് ഈശോയുടെ ലീഗൽ ഫാദറായി മാറി. കടിഞ്ഞിൽ പുത്രന്മാരെ ദേവാലയത്തിന് സമർപ്പിക്കണമെന്ന നിയമം അനുസരിച്ച് യഹൂദന്മാരുടെ എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ച്, പ്രത്യേകിച്ച് ലൂക്ക 2:22, 35 വായിക്കുന്ന പോലെ ദേവാലയത്തിൽ ഈശോയെ സമർപ്പിച്ചവനാണ്. അതിൻ്റെ നിയമങ്ങളെല്ലാം കൃത്യമായി പാലിച്ചവരാണ്. ശിമിയോന്റെ പ്രവചനം, നിന്റെ ഹൃദയത്തിൽ വാൾ കടക്കുമെന്ന് പറഞ്ഞ പ്രവചനം ശ്രദ്ധിച്ചവനാണ്. യൗസേ പിതാവ് ഈജിപ്തിലേക്ക് യേശുവിനെ രക്ഷിക്കാൻ വേണ്ടി പ്രവാസിയായി പോയവനാ. ഇന്ന് നമ്മൾ വായിച്ചു കേട്ടതുപോലെ യൗസേ പിതാവിൻ്റെ രഹസ്യ ജീവിതത്തെക്കുറിച്ച് ജീവിക്കുന്ന, പ്രത്യേകിച്ച് നസ്രത്തില് യോഹന്നാൻ 7:50, അതായത് വളരെ രഹസ്യമായി ജീവിച്ചവനാണ്. 12-ാം വയസ്സിൽ അവരുടെ യഹൂദരുടെ ആചാരപ്രകാരം ദേവാലയത്തിൽ പോയി 12-ാം വയസ്സിൽ യേശുവിനെ കാണാതായപ്പോഴുള്ള വേദന അനുഭവിച്ച്, കണ്ടെത്തിയപ്പോഴുള്ള സന്തോഷം അനുഭവിച്ച് യേശുവിൻ്റെ പ്രസംഗം, ആദ്യത്തെ പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം, ദേവാലയത്തിൽ യേശു പഠിപ്പിക്കുന്ന ദിവസം കേട്ടവനാണ്. യൗസേ പിതാവ് ഈശോയുടെയും മറിയത്തിൻ്റെയും സാമീപ്യത്തിൽ നല്ല മരണം ലഭിച്ച നൽമരണ മധ്യസ്ഥനായവനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 3 പഠനങ്ങൾ പ്രത്യേകിച്ചും യൗസേ പിതാവിനെ കുറിച്ച് മാർപ്പാപ്പമാർ നൽകിയിട്ടുണ്ട്. എല്ലാ പ്രബോധനത്തിലും മാർപ്പാപ്പമാർ മറിയം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കുന്ന വിശുദ്ധൻ യൗസേ പിതാവിനെ കുറിച്ചാണ്. 1870 ഡിസംബർ മാസം 8-ാം തീയതി 9-ാം പിയൂസ് മാർപ്പാപ്പ പേട്രൺ ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന് നൽകിക്കൊണ്ടുള്ള പ്രബോധനമാണ് ഔദ്യോഗികമായ 1-ാമത്തെ പ്രബോധനം. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ 1989 ഓഗസ്റ്റ് മാസം 15-ാം തീയതി മനോഹരമായ ഒരു പ്രബോധന യൗസേ പിതാവിനെ കുറിച്ച് ഇറക്കി. അതിൻ്റെ പേര് റിദംതോരിസ് കുസ്തോസ് എന്നുള്ള ലത്തീൻ പദം രക്ഷകന്റെ സംരക്ഷകൻ എന്നതാണ് അതിൻ്റെ ആ പ്രബോധനം. 3-ാമതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്ന പാത്രിസ് കോർദെ, പിതൃഹൃദയത്തോടെ എന്ന പ്രബോധനം. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് യൗസേ പിതാവിനോടൊരു പ്രത്യേക ഭക്തിയുണ്ട്. അതുകൊണ്ടാണ് ഉറങ്ങുന്ന യൗസേ പിതാവിൻ്റെ രൂപം ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഫിലിപ്പീൻസിൽ ചെന്നപ്പോൾ അതിവിടെയും തുടങ്ങിയെന്ന് തോന്നുന്നു. അവിടെ മുന്നിലുണ്ട്. യൗസേ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. ഫിലിപ്പിയക്കാർക്കായിരുന്നു ഈ ഉറങ്ങുന്ന യൗസേ പിതാവിനുള്ള ഒരു ഭക്തി ഉണ്ടായിരുന്നു, വേറെ ലോകത്തിൽ മറ്റുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ തൻ്റെ രഹസ്യം പറഞ്ഞു, ഞാനും എൻ്റെ തലയുടെ അടിയിൽ യൗസേ പിതാവിൻ്റെ ഇങ്ങനെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. അപ്പോൾ പാവർട്ടിക്കാരും അത് ഏറ്റെടുത്തു. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ഈ കോവിഡ് കാലത്തിൻ്റെ അനുഭവമാണ് പിതൃഹൃദയത്തോടെയുള്ള ഒരു പ്രവർത്തന ശൈലിയുടെ ഉടമയായ
യൗസേ പിതാവിനെ ലോകത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള മധ്യസ്ഥനായി പ്രഖ്യാപിക്കാനായിട്ട് കാരണമായത്. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശദീകരിക്കുന്ന ഇപ്രകാരമാണ്: പ്രത്യേകിച്ച് ആരാലും അറിയാതെ കോവിഡ് രോഗികൾക്ക് വേണ്ടി ഇവിടുത്തെ പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ഗവേഷകർ, ശാസ്ത്രജ്ഞന്മാർ, പ്രത്യേകിച്ച് സർക്കാരുകൾ, ഒപ്പം തന്നെ ഒത്തിരി വേണ്ടി പ്രവർത്തിക്കുന്നവർ, സന്നദ്ധ സംഘടനകൾ, നമ്മുടെ അതിരൂപതയിൽ തന്നെ ഈ കോവിഡ് മരണമുണ്ടായിട്ടുള്ളവരെ സഹായിക്കാനും ആരും ഇല്ലാതിരുന്ന അവസരത്തിൽ മരണപ്പെടുന്നവരെ സംസ്കരിക്കാൻ വേണ്ടി ആരും ഇല്ലാത്തപ്പോൾ 35 വൈദികരും 85 യുവജനങ്ങളും ഇറങ്ങി വന്ന വലിയൊരു സന്തോഷം ഉണ്ടായിരുന്നു അതിരൂപതയിൽ തന്നെ. അവരെയൊക്കെ പ്രത്യേകിച്ച് ഓർക്കാനും ഈ യൗസേ പിതാവിനെ കുറിച്ചുള്ള ധ്യാനമാണ് ഈ കോവിഡ് കാലത്ത് നമുക്ക് ആത്മീയമായി വളരുന്നതിന് വളരെ സഹായമെന്ന് ഈ പ്രബോധനത്തിൽ മനോഹരമായി പറയുന്നുണ്ട്. അതിൽ യൗസേ പിതാവിനെ കുറിച്ചുള്ള ധ്യാനത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ യൗസേ പിതാവിൻ്റെ 7 വിശേഷണങ്ങളാണ് പ്രതിപാദിക്കുന്നതും ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ധ്യാനിക്കുന്നതും. ഞാൻ വളരെ സംക്ഷിപ്തമായി ഈ 7 വിശേഷണങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഒന്നാമത്തെ വിശേഷം, ജോസഫ് ഈസ് എ ബിലവഡ് ഫാദർ, വാത്സല്യമുള്ള പിതാവാണ്. യേശുവിൻ്റെ ഭർത്താവ്, മറിയത്തിൻ്റെ ഭർത്താവ്, യേശുവിൻ്റെ വളർത്തുപിതാവ്, തിരുക്കുടുംബത്തിൻ്റെ പാലകൻ, സ്നേഹത്തോടെ വാത്സല്യത്തോടെ മറിയത്തെ, ഈശോയെ സംരക്ഷിച്ചവൻ. അതുകൊണ്ട് രക്ഷാകര പദ്ധതിയിൽ യൗസേ പിതാവിൻ്റെ പങ്കിനെക്കുറിച്ച് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം പറയുന്ന പോലെ ധ്യാനിക്കാൻ പറയുകയാണ്. കാരണം എന്താ? ദൈവത്തെ തന്നെ വിശ്വസിക്കുന്ന ഏതൊരുവിന് നശിച്ചു പോകാൻ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകജാതന് നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു. യോഹന്നാൻ 3:16 പറയുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്നേഹം പ്രാവർത്തികമാക്കാൻ സഹകരിച്ച മറിയ ാണ് പള്ളികളുള്ളത്, സന്യാസമൂഹങ്ങൾ, സ്ഥാപനങ്ങളുള്ളത്, ഭക്തികളുള്ളത്, ബുധനാഴ്ചത്തെ ഭക്തിയെക്കുറിച്ച്, പിന്നെ മാർച്ച് മാസത്തെ ഭക്തിയെക്കുറിച്ച്, അങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. എല്ലാവർക്കും എന്തോ ഒരു പ്രത്യേക ഇഷ്ടം. പാവർട്ടിയിലേക്ക് വന്ന യൗസേ പിതാവിനോട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അതിരൂപതയിലെ എല്ലാവർക്കും ഇഷ്ടമാണ് യൗസേ പിതാവിനോട്. എത്ര പള്ളികളാണെന്നറിയാം നമ്മുടെ രൂപതയിലെ യൗസേ പിതാവിനോട് പ്രത്യേക. മാതാവ് കഴിഞ്ഞാൽ പിന്നെ യൗസേ പിതാവിനോടാണ് ഏറ്റവും പ്രത്യേക ഭക്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെ ഉദ്ധരിക്കുകയാണ്, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ 41-ാം അധ്യായം 55-ാം വാക്യം. അത് ഗോ ടു ജോസഫ് പറഞ്ഞതാരാന്നറിയാമോ? ഈ യൗസേപ്പിൻ, പൂർവ്വ യൗസേപ്പിൻ്റെ സഹോദരന്മാർ. നമുക്ക് പ്രതിസന്ധികളുണ്ടായപ്പോൾ ഈ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ വളരെയേറെ സാമ്പത്തികമായി മറ്റു പലതരത്തിലും ബുദ്ധിമുട്ടുകളുണ്ടായപ്പോൾ, ജീവിക്കാൻ മാർഗമില്ലാതായപ്പോൾ ആ സഹോദരന്മാർ പറഞ്ഞു എന്താ? ഗോ ടു ജോസഫ്, യോസഫിൻ്റെ അടുത്തേക്ക് പോകുക. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെ ഉദ്ധരിക്കുകയാണ്. ദാവീദിൻ്റെ പുത്രനാണ്. ആ ദാവീദിൻ്റെ പുത്രനായി യൗസേപ്പും അറിയുമെങ്കിൽ അവരിൽ നിന്ന് ലോകരക്ഷകൻ ജനിക്കണമെന്നുള്ള പ്രവചനം പൂർത്തിയാകേണ്ടിയിരിക്കും. രണ്ടാമത്തെ നമുക്ക് തീർച്ചയായിട്ടും ശക്തമായ കോട്ടയാണ്.
യൂദയായിലേക്കല്ല പോണ്ടേ, ഗലീലിയിലെ നസ്രത്തിലേക്ക് ദൈവഹിതം നിറവേറ്റി. അങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയും ഹിതവും എന്തോ അതിന് പൂർണ്ണമായും ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് ബെത്ലഹേമിലേക്ക് പേരെഴുതിക്കാൻ പോയി. എത്ര ബുദ്ധിമുട്ടിയിട്ട അവിടെ സത്രത്തിന് സ്ഥലമില്ലെന്ന് കേട്ടപ്പോ പിന്നെ മറ്റു മാർഗങ്ങൾ ഉപയോഗിച്ച് ഇതാ പുൽക്കൂട് തയ്യാറാക്കി. ജനനത്തിന് ശേഷമുള്ള എല്ലാ കർമ്മങ്ങളും കൃത്യമായി അനുഷ്ഠിച്ചു. ഈശോ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാ, ഈ അനുസരണത്തിന്റെ മാതൃകയെക്കുറിച്ച് പറയുമ്പോൾ തൻ്റെ പിതാവ് കാണിച്ചു തന്ന മാതൃകയാണ് അനുസരിച്ചത്. പിന്നെ വളരെ രഹസ്യമായ ഒരു ജീവിതം നയിച്ചു. നസ്രത്തില് ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിധേയമായി. ഈശോ ഇതാ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയതുപോലെ യൗസേപ്പും എന്നും മറിയവും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റിയവനാണ്. അതുകൊണ്ടാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നത് റിദംപ്റ്റോറിസ് കുസ്തോസ്, രക്ഷകന്റെ സംരക്ഷകനായി മാറി. നാലാമത്തെ വിശേഷണം an accepting father, സ്വീകരിക്കുന്ന പിതാവ്. ദൈവിക പദ്ധതിയാണോ അതെല്ലാം സ്വന്തമായി സ്വീകരിക്കുന്നു. ഇവിടെ ചോദ്യങ്ങളും വിശദീകരണമില്ലെന്ന് ഞാൻ പറഞ്ഞു. ജോബിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം ദുഷ്ടരെയും ശിഷ്ടരെയും അല്ലെങ്കിൽ ഒരുപോലെ കാണുന്ന എല്ലാവരുടെയും മേലും മഴ പെയ്യിക്കുന്ന ദൈവം നമുക്ക് നന്മ തരുന്നുണ്ട്, നല്ല കാലം തരുന്നുണ്ട്, ചിലപ്പോഴൊക്കെ നല്ലതല്ലാത്ത മോശമായിട്ടുള്ള ചീത്തയായിട്ടുള്ള അവസരം വരുന്നുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വരുന്ന എല്ലാം ഈ കോവിഡ് കാലം എല്ലാം സ്വീകരിക്കുക. ദൈവഹിതം സ്വീകരിക്കുന്നതിലെ ധീരതയെക്കുറിച്ച് ഫ്രാൻസിസ് മാർപ്പാപ്പ വിശദീകരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ. ഇന്ന് സുവിശേഷത്തിൽ കേട്ടതുപോലെ ദൂതൻ യൗസേപ്പിനോട് പറഞ്ഞു, നീ ശങ്കിക്കേണ്ട, നീ ഭയപ്പെടേണ്ട, കർത്താവിൻ്റെ പദ്ധതിയാണ്. അങ്ങനെയാണെങ്കിൽ ആരോടും വിരോധമില്ലാതെ പരിഭവമില്ലാതെ ദേഷ്യപ്പെടാതെ ശാന്തനായി ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത ആ എല്ലാം സ്വീകരിക്കുന്ന പിതാവിനെ കുറിച്ചാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ദൈവം എങ്ങനെ കാണുന്നുവോ, മറിയത്തെ കണ്ടതുപോലെ ഈശോയെ കണ്ടതുപോലെ ദൈവം എങ്ങനെ മറ്റുള്ളവരെ കാണുന്നു, സഭയെ കാണുന്നു, അതുപോലെ ദൈവഹിതം സ്വീകരിക്കുന്ന പിതാവിന്. അതുകൊണ്ട് യൗസേപ്പ് പിതാവിനെ അനാഥരുടെ, വിധവകളുടെ, ബുദ്ധിമുട്ടുന്നവരുടെ എല്ലാം സംരക്ഷകനായി പ്രഖ്യാപിക്കുകയാണ്. അഞ്ചാമത്തേത് എ ക്രിയേറ്റീവ്ലി കറേജിയസ് ഫാദർ, ധീരനായ പിതാവാണ്. സത്രത്തിലെ വാതിലടച്ചപ്പോ പിന്നെന്താ ചെയ്യുക? ആ സാഹചര്യത്തിൽ മറുപടി തേടുക. കിട്ടിയത് ദൈവത്തിന് ഇഷ്ടമാണ്, പിന്നെ ഒരു നോട്ടമില്ല. ധീരതയോടെ കാലിത്തൊഴുത്ത്, പുൽക്കൂട് അത് ഉപയോഗിച്ചു. ഹേറോദേശം പറഞ്ഞു കൊല്ലാൻ പോകുമ്പോൾ ധീരതയോടുകൂടി ഇനി ഇവിടെ നിൽക്കുന്നില്ല, ഈജിപ്തിലേക്ക് പോയി. എപ്പോഴും ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോയൊരു വ്യക്തി. തടസ്സം വരുമ്പോൾ ദൈവമേ ഇത് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ യേശു പറഞ്ഞു, നിങ്ങളെ ചെമ്മരാടികളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ അയക്കുമ്പോൾ, നിങ്ങൾ ശത്രുക്കളെ വലിച്ചഴിക്കുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളിലൂടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുക. അതുകൊണ്ട് യൗസേപ്പ് പിതാവ് വിശ്വാസത്തിൻ്റെ ഏറ്റവും മനോഹരമായ മാതൃകയാണ്. 3 വാക്കുകൾ മറിയത്തെയും ഉണ്ണീശോയും യൗസേപ്പ് പിതാവ് ചെയ്തു കൊടുത്തുള്ള വാക്കുകൾ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉപയോഗിക്കുന്നുണ്ട്. പ്രൊട്ടക്റ്റഡ്, കെയർഡ് ഫോർ ആൻഡ് റേസ്ഡ്, സംരക്ഷിച്ചു, പരിപാലിച്ച്, വളർത്തി. ഈ പശ്ചാത്തലത്തിൽ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, കെയർഡ് ഫോർ, പാവപ്പെട്ടവരെ സഹായിക്കാൻ. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഈ വാർഷിക പദ്ധതിയിൽ പാവർട്ടി ഇടവക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടി കുറേ പദ്ധതികൾ ഇവിടെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചെയ്യണം. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അതിരൂപതയിലെ പല പള്ളികളിലും പാവപ്പെട്ടവർ ഈ യൗസേപ്പിൻ്റെ വർഷത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പദ്ധതികളുണ്ട്. എളിയവരിൽ ഒരു ചെയ്തപ്പോൾ മത്തായി 25:40 എനിക്ക് തന്നെയാണെന്ന് ചെയ്തതെന്ന് പറഞ്ഞ ആ യേശു പറഞ്ഞതിൻ്റെ ചൈതന്യം യൗസേപ്പ് പിതാവ് തൻ്റെ ജീവിതത്തിൽ നമുക്ക് തരുന്നുണ്ട്. 6ാമത്തെ വിശേഷണം എ വർക്കിംഗ് ഫാദർ, തൊഴിലാളിയായ പിതാവ്. ആശാരിയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. മത്തായി 13:55 പറയുന്നത് യൗസേപ്പ് പിതാവ് തൊഴിലാളിയാണ്, പ്രവാസിയാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അധികം മാതൃകയാക്കേണ്ട വ്യക്തിത്വമാണ് തൊഴിലാളി മധ്യസ്ഥനായ യൗസേപ്പ് പിതാവ്. യേശുവിൻ്റെ രക്ഷാകര പദ്ധതിയിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തോടും ഹവ്വായോടും പറഞ്ഞു, പെരുകി വർദ്ധിക്കുക, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കുചേരുക.
യൗസേപ്പ് പിതാവ് രക്ഷകന്റെ രക്ഷാകര പദ്ധതിയിൽ തൻ്റെ കഴിവിനനുസരിച്ച് ദൈവഹിതത്തോട് കൂടി ചേർന്ന് പരിശ്രമിച്ചതുപോലെ ഞാനും നിങ്ങളും നമ്മെ ഭരമേൽപ്പിക്കുന്ന ഓരോ ദൗത്യവും, സഭയിലെ ദൗത്യവും, കുടുംബത്തിലെ ദൗത്യവും, ലോകത്തിലെ ദൗത്യവും ഏറ്റവും വിശ്വസ്തമായി ചെയ്യാനുള്ള ഒരു ആഹ്വാനമാണ് നൽകുന്നത്. ഏഴാമതായിട്ട് എ ഫാദർ ഇൻ ദ ഷാഡോസ്, നിഴലിലായിരിക്കുന്ന ഒരു പിതാവ്. ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഈ വിശേഷണം പറയുമ്പോൾ വളരെ രഹസ്യത്തിൽ ആരും അറിയാതെ സഹായിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഓർക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പ ദൈവം ഇസ്രായേലിനെ നയിച്ചത് പരസ്യമായിട്ടുള്ള ചെങ്കടലിലൂടെ മരുഭൂമിയിലൊക്കെ നടത്തിയപ്പോൾ മോശയാണ് മുന്നിൽ നിന്നെങ്കിലും പിന്നിൽ അതിൻ്റെ നിഴലായി ദൈവത്തിൻ്റെ കരുതലുണ്ടായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പ അങ്ങനെയല്ലാതെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി മക്കളെ വളർത്താൻ സമൂഹത്തിന് നേതൃത്വം കൊടുക്കാനുള്ള വലിയ മനോഭാവമാണ് ഇവിടെ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ 7 മനോഭാവം ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയോട് ചേർന്ന് ഈ വർഷത്തിൽ ധ്യാനിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. അതിനനുസൃതമായി ഈ 2021 ഡിസംബർ 28 വരെയുള്ള മാസങ്ങളിൽ പ്രത്യേക പദ്ധതികൾ സർക്കുലറിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. ഇനി നിങ്ങളുടെ ഇടവകയ്ക്കും ഓരോ ഇടവകയ്ക്കും അനുയോജ്യമായ രീതിയിലും കുടുംബവർഷത്തോട് അനുയോജ്യമായ രീതിയിലും നിങ്ങൾക്ക് ആവിഷ്കരിക്കാവുന്നതാണ്. നമുക്ക് ഈ അതിരൂപത തലത്തിലുള്ള യൗസേപ്പ് പിതാവിൻ്റെ വർഷം ഇപ്പോൾ ഔപചാരികമായി വിശുദ്ധ ബലിയോടുകൂടി ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ അവസരത്തിൽ യേശുവിടെ ഈ അൾത്താരിയിൽ ജനിക്കുന്ന നിമിഷത്തിൽ യേശുവിൻ്റെ ജനനത്തിന് മറിയത്തോട് ചേർന്ന് സഹകാരിയായി തീർന്ന യൗസേപ്പ് പിതാവിനോട് നമുക്ക് മധ്യസ്ഥ തേടി പ്രാർത്ഥിക്കാം. നമുക്ക് കൈകൾ കൂപ്പി ഒരു നിമിഷ സമയം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കാം. ഗോട്ടി ജോസഫ് എന്ന് യാക്കോബിൻ്റെ മക്കള് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മളോട് പറയുന്നത് കുടുംബ പാലകനായ, സഭയുടെ സംരക്ഷകനായ, മധ്യസ്ഥനായ യൗസേപ്പിൻ്റെ അടുത്തേക്ക് നമുക്ക് ചെല്ലാം. ഈ പാവർട്ടി ഇടവകയിൽ ഉണ്ണീശോയെ വളർത്തിയ യൗസേപ്പ് പിതാവിൻ്റെ മധ്യസ്ഥ തേടി നമുക്ക് പ്രാർത്ഥിക്കാം. മാധ്യമങ്ങളിലൂടെയും ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നവരോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്, യൗസേപ്പ് പിതാവിനോടുള്ള പ്രാർത്ഥന. ഇന്ന് കുർബാന കഴിയുമ്പോൾ നമുക്ക് ആ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്. നമുക്ക് അപേക്ഷിക്കാം. ഒരു നിമിഷ സമയം നിശബ്ദതയിൽ നിയോഗങ്ങൾ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ.